എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ JEE മെയിൻ സെഷൻ 2 റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ JEE മെയിൻ സെഷൻ 2 സ്കോർ അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ JEE മെയിൻ വെബ്സൈറ്റ് ആയിട്ടുള്ള, അതായത് ഈ ഒരു NTA വെബ്സൈറ്റ് ആയിട്ടുള്ള jemain.nta.ac.in എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. ഇവിടെ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് ആ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി പിന്ന് കാണാൻ സാധിക്കും. ആ ഒരു പിന്ന് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷത്തെ JEE മെയിൻ സെഷൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര സ്കോർ ലഭിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേപ്പർ 1ൻ്റെ ആ ഒരു റിസൾട്ടാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിസൾട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു JEE മെയിൻ്റെ ആ ഒരു റിസൾട്ടാണ്, അതായത് ഈ ഒരു എക്സാം റിസൾട്ടാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിസൾട്ട് പ്രകാരം നിങ്ങൾക്ക്, അതായത് ഇവിടെ എത്ര വിദ്യാർത്ഥികളാണ് ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ എലിജിബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സർക്കുലറിൽ നിങ്ങൾക്ക്, അതായത് എത്ര വിദ്യാർത്ഥികളാണ് ഈ ഒരു സെഷനിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് ഈ ഒരു 2 ഏപ്രിൽ സെഷനും അതുപോലെ തന്നെ ജനുവരി സെഷനിലും എത്ര വിദ്യാർത്ഥികളാണ് ടോട്ടൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്, അതുപോലെ എത്ര വിദ്യാർത്ഥികളാണ് ആ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സർക്കുലറിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു JEE മെയിൻ്റെ, അതായത് ഈ ഒരു റിസൾട്ട് അനുസരിച്ച് കൊണ്ടാണ് ഇതിൽ എത്ര വിദ്യാർത്ഥികൾ എലിജിബിൾ ആയിട്ടുണ്ടോ അതിൽ നിന്നും ഏകദേശം 2.5 ലക്ഷം വിദ്യാർത്ഥികളെയാണ് JEE അഡ്വാൻസ് പരീക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ അവർക്ക് JEE അഡ്വാൻസ് രജിസ്ട്രേഷനായിട്ടുള്ള അപേക്ഷ ഉടൻ തന്നെ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു റിസൾട്ട് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.